ഒന്ന് രാജാക്കന്മാർ 7-ാം അധ്യായം. രാജകൊട്ടാരം. സോളമൻ 13 വർഷം കൊണ്ട് കൊട്ടാരം പണിത് പൂർത്തിയാക്കി. അവൻ ലെബനോൻ കാനന മന്ദിരവും നിർമ്മിച്ചു. അതിന് നീളം 100 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. അതിന് ദേവദാരു കൊണ്ടുള്ള 3 നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു. ഓരോ നിരയിലും 15 തൂണ് വീതം. 45 തൂണിന്മേൽ തുലാം വച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. 3 നിര ജാലകങ്ങൾ ഇരുഭിത്തികളിലും പരസ്പരാഭിമുഖമായി നിർമ്മിച്ചു. വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി. ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ 3 നിരയിൽ പരസ്പരാഭിമുഖമായാണ് ഉറപ്പിച്ചത്. 50 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള സ്തംഭശാലയും അവൻ പണിയിച്ചു. അതിൻ്റെ മുൻവശത്തെ തൂണുകളിൽ വിതാനത്തോടുകൂടി പൂമുഖവും തീർത്തു. ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു. തറ മുതൽ മുകളറ്റം വരെ ദേവദാരു കൊണ്ടാണ് അത് നിർമ്മിച്ചത്. മണ്ഡപത്തിൻ്റെ പിൻഭാഗത്ത് തനിക്കു വസിക്കാൻ അതേ ശില്പവേലകളോട് കൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു. ഇതേ രീതിയിൽ ഒരു ഭവനം തൻ്റെ ഭാര്യയായ ഫറവോയുടെ പുത്രിക്കു വേണ്ടിയും പണിതു. ഒരേ തോതിൽ വെട്ടിയെടുത്ത വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെയെല്ലാം അസ്ഥിവാരം മുതൽ മേൽപ്പുര വരെ അകവും പുറവും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണം മുതൽ മുഖ്യാങ്കണം വരെയും പണി കഴിപ്പിച്ചത്. അടിസ്ഥാനമിട്ടത് 8-10 മുഴമുള്ള വിലയേറിയ വലിയ കല്ലുകൊണ്ടാണ്. അതിനുമീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവദാരു പലകകളും പാകിയിരുന്നു. മുഖ്യാങ്കണത്തിന് ചുറ്റുമെന്നതുപോലെ കർത്താവിൻ്റെ ആലയത്തിനും പൂമുഖത്തിനും ചുറ്റും 3 വരി ചെത്തിയ കല്ലും 1 വരി ദേവദാരു പലകയും ഉണ്ടായിരുന്നു. ദേവാലയത്തിൻ്റെ ഇതര സജ്ജീകരണങ്ങൾ. സോളമൻ രാജാവ് ടയറിൽ നിന്ന് ഹീരാമിനെ ആളയച്ചു വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു. ടയർക്കാരനായ ഒരു പിച്ചള പണിക്കാരനായിരുന്നു അവൻ്റെ പിതാവ്. ഹീരാം ഏതുതരം പിച്ചള പണിയും ചെയ്യാൻ പോരുന്ന പാടവവും ബുദ്ധിയും ഉള്ള ശില്പിയായിരുന്നു. അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു. അവൻ 2 ഓട്ട് സ്തംഭങ്ങളുണ്ടാക്കി. ഓരോന്നിനും 18 മുഴം ഉയരവും 12 മുഴം വണ്ണവുമായിരുന്നു. അകം പൊള്ളയായി 4 വിരൽ ഘനത്തിലാണ് അത് നിർമ്മിച്ചത്. സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് 2 മകുടങ്ങൾ വാർത്തു. ഓരോന്നിൻ്റെയും ഉയരം 5 മുഴം. 2 സ്തംഭങ്ങളുടെയും മുകളിലെ മകുടങ്ങളിൽ ചിത്രപ്പണി ചെയ്ത തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചു. സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂടത്തക്ക വിധം 2 വാരി മാതളപ്പഴം കൊത്തിവച്ചു. പൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മകുടങ്ങൾ 4 മുഴം ഉയരത്തിൽ ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിൽ ആയിരുന്നു. സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളോട് ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചു. അവയ്ക്കു ചുറ്റും 2 നിരയായി 200 മാതളപ്പഴം വീതം കൊത്തിയിരുന്നു. ദേവാലയത്തിൻ്റെ പൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത്. വലത്തുവശത്തെ സ്തംഭത്തിന് യാക്കിൻ എന്നും ഇടതുവശത്തേതിന് ബോവാസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ ഉപരിഭാഗത്ത് ലില്ലി പുഷ്പങ്ങൾ കൊത്തിയിരുന്നു. ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ ഒരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു. അതിൻ്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. വക്കിനു താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ ഉണ്ടാക്കിയിരുന്നു. കായ്കൾ 2 നിരകളായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നത്. അവയിൽ 3 വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞു നിന്നു. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു. ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ ഘനം ഉണ്ടായിരുന്നു. അതിൻ്റെ വക്ക് കോപ്പയുടേതെന്ന പോലെ ലില്ലിപുഷ്പം പോലെ ആയിരുന്നു.
2000 ബത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു. ഹീരാം ഓടുകൊണ്ട് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള 10 പീഠങ്ങളുണ്ടാക്കി. പീഠങ്ങൾ പണിതത് ഇങ്ങനെയാണ്. പീഠത്തിൻ്റെ പലകകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു. പലകകളിൽ സിംഹം, കാള, കെരൂബ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി. ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം, കാള, പുഷ്പം എന്നിവ കൊത്തിവെച്ചു. ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള 4 ചക്രങ്ങളും അച്ചുതണ്ടുകളുമുണ്ടായിരുന്നു. 4 കോണുകളിലും ക്ഷാളനപാത്രത്തിനുള്ള താങ്ങുകളുണ്ടായിരുന്നു. അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു. 1 മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിൻ്റെ വായ് ഉറപ്പിച്ചിരുന്നത്. പീഠം പോലെ വൃത്താകൃതിയിൽ 1.5 മുഴം ഉയരമുള്ളതായിരുന്നു അത്. അതിലും കൊത്തുപണികൾ ഉണ്ടായിരുന്നു. അവയുടെ പലകകൾ വൃത്താകൃതിയിലല്ല, ചതുരത്തിലായിരുന്നു. 4 ചക്രങ്ങളും പലകയ്ക്കടിയിലായിരുന്നു. അവയുടെ അച്ചുതണ്ടുകൾ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു. ചക്രത്തിൻ്റെ ഉയരം 1.5 മുഴം. രഥത്തിൻ്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും. അച്ചുതണ്ടുകളും പട്ടകളും ആരക്കാലുകളും ചക്രനാഭികളും വാർത്തുണ്ടാക്കിയവയായിരുന്നു. ഓരോ പീഠത്തിൻ്റെയും 4 കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു. അവ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു. പീഠത്തിൻ്റെ മേൽഭാഗത്ത് 1/2 മുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു. അതിൻ്റെ താങ്ങുകളും തട്ടുകളും മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു. താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാല്യങ്ങളോടുകൂടി കൊത്തിവച്ചു. ഇങ്ങനെ ഒരേ അളവിലും രൂപത്തിലും ഹീരാം 10 പീഠങ്ങൾ പണിതു. അവൻ ഓടുകൊണ്ട് 10 ക്ഷാളനപാത്രങ്ങൾ നിർമ്മിച്ചു. ഓരോ പീഠത്തിലും ഓരോ ക്ഷാളനപാത്രം ഉറപ്പിച്ചു. 40 ബത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും 4 മുഴം ഉയരമുള്ളതുമായിരുന്നു ഓരോന്നും. പീഠങ്ങളിൽ 5 എണ്ണം ദേവാലയത്തിൻ്റെ തെക്കുവശത്തും 5 എണ്ണം വടക്കുവശത്തുമാണ് സ്ഥാപിച്ചത്. ജലസംഭരണി ദേവാലയത്തിൻ്റെ തെക്കുകിഴക്കേ മൂലയിലായിരുന്നു. ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കോപ്പകളുമുണ്ടാക്കി. ഇങ്ങനെ അവൻ സോളമൻ രാജാവിനു വേണ്ടി കർത്താവിൻ്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ, അവയെ മൂടുന്ന 2 വലപ്പണികൾ, ആ വലപ്പണികളിൽ 2 നിരയായി 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങൾ, അവയിൽ 10 ക്ഷാളനപാത്രങ്ങൾ, 1 ജലസംഭരണി, അതിൻ്റെ അടിയിൽ 12 കാള എന്നിവ ഹീരാം നിർമ്മിച്ചു. കർത്താവിൻ്റെ ഭവനത്തിലെ കലങ്ങൾ, ചട്ടുകങ്ങൾ, കോപ്പകൾ എന്നിവ അവൻ ഓടിൽ വാർത്തു. ജോർദാൻ സമതലത്തിൽ സുക്കോത്തിനും സാരെദാനും മധ്യേ കളിമൺ നിലത്തുവച്ചാണ് ഇവ രാജാവ് വാർപ്പിച്ചത്. പാത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കമെടുത്തില്ല, ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു. സുവർണ ബലിപീഠം, തിരുസാന്നിധ്യ അപ്പത്തിനുള്ള സുവർണമേശ, ശ്രീകോവിലിൻ്റെ മുൻപിൽ തെക്കും വടക്കും തങ്കം കൊണ്ട് 5 വിളക്കുകാലുകൾ വീതം, സ്വർണം കൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, കുടിലുകൾ, തങ്കം കൊണ്ടുള്ള കോപ്പകൾ, തിരിക്കത്രികകൾ, ക്ഷാളനപാത്രങ്ങൾ, ധൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ, തീക്കോരികൾ, അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ സുവർണപാദക്കുടങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു. ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു. പിതാവായ ദാവീദ് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ, സ്വർണവും വെള്ളിയും പാത്രങ്ങളുമുൾപ്പെടെ എല്ലാം കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. കർത്താവിൻ്റെ വചനം.